വല്ലാത്തൊരു ലക്ഷണമാണല്ലോ. ഓട് സാർ, സോറി സാർ, ബിൽ സാറിൻ്റെ ഓരോ പരിപാടിയാണ്. സാറേ, ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നത്. ബിനു സാറിന് അങ്ങനെ വലിയ ഭാവമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇച്ചിരി വലിയ ഭാവം കൂടല. അതുകൊണ്ട് കുടുംബവും കൂട്ടുമൊക്കെ സ്റ്റേഷന് പുറത്ത്. മനസ്സിലായോ? ക്രൈം സീനിൽ നിന്നുള്ള എവിഡൻസ് ഒക്കെ തുണ്ടറൂമിൽ വെച്ചിട്ടുണ്ട്. സാറ് കണ്ടിട്ട് കോടതിയോട്ട് അയക്കാമെന്ന് വെച്ചു. സാറേ, അത് ലോക്കാ. സൈബറുകാരെ അറിയിച്ചിട്ടുണ്ട്. ഡെഡ് ബോഡി ആദ്യം കണ്ട തമിഴത്തിയെ കിട്ടിയോ? അത് സാർ, ഇൻഫർമേഷൻ കിട്ടിയുടനെ പോലീസ് പാർട്ടി അവളുടെ വീട്ടിലെത്തിയതാണ്. പക്ഷെ നമ്മൾ എത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് അവൾ മുങ്ങി. എന്നിട്ട് സാർ, തമിഴത്തി അവളെ കാലത്തെ 8 മണിക്ക് സേലത്തേക്കുള്ള ബസ്സെ കയറ്റിവിട്ടെന്നാ അവളുടെ അയലോകത്ത് താമസിക്കുന്ന ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയത്. അപ്പം തന്നെ വടക്കോട്ടുള്ള എല്ലാ സ്റ്റേഷനിലേക്കും നമ്മൾ മെസ്സേജ് പാസ് ചെയ്തു. അവളുടെ നാട്ടിൽ അന്വേഷിച്ചോ? അവിടെ സ്ക്വാഡ് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അവള് വീട്ടുകാരായിട്ട് അത്ര രസത്തിലല്ലെന്നാണ് കേട്ടത്. ഈ ഇൻഡർസ്റ്റേറ്റ് ബസ്സുകാരുടെയും അവിടുത്തെ ലോക്കൽ ഓട്ടോറിക്ഷക്കാരുടെയും വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് അവളുടെ ഫോട്ടോ ഒന്ന് ലീക്ക് ചെയ്ത് കൊടുക്കുക. സാർ, ഓഫീഷ്യലായിട്ട് വേണ്ട, വേറെ ആരെങ്കിലും ചെയ്യുന്ന പോലെ മതി. അത് ഞാൻ ഏറ്റു സാർ. നമുക്കവളെ വൈറലാക്കാം സാർ. അങ്കമാലി മുതൽ എറണാകുളം KSRTC വരെ എത്ര CCTV ക്യാമറയുണ്ട്? 10-30 കാണും. 10-30? 30-ൽ കൂടുതൽ കാണും സാർ. എങ്കിൽ താനൊരു കാര്യം ചെയ്യും സാർ, നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് കിട്ടും. സാർ, അവിടെ സകല CC ക്യാമറയുടെയും ബാക്കപ്പ് ഫയലുണ്ടാവും. ഈ തമിഴത്തി ബസ് കയറി അന്ന് മുതൽ ഇന്ന് വരെയുള്ള സകല മൂവ്മെൻറ്റ്സും ആ ഏരിയയിൽ റെക്കോർഡാക്കി കൊണ്ടുപോകാം സാർ. ഡീറ്റെയിൽ ആയിട്ട്. മരിച്ചതൊരു പോലീസുകാരനായതുകൊണ്ട് അന്വേഷണം ഇവിടെ നിന്ന് തുടങ്ങും. താനൊരു കാര്യം ചെയ്യും, അന്ന് നൈറ്റ് ഡ്യൂട്ടിക്കുണ്ടായിരുന്ന എല്ലാവരോടും വരാൻ പറ. ശരി സാർ. ഒരു ഈ മരിച്ചത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളായതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം കുറച്ചുകൂടി കൂടും, അല്ലേടോ? സാർ, നമ്മുടെ പേരെന്ത്? സുജ എസ്. കേട്ടില്ല. സർ, സുജ എസ്. സുജ എസ്. സംഭവ ദിവസം സുജ എസ് ഏത് ഡ്യൂട്ടിയിലായിരുന്നു? സർ, നൈറ്റായിരുന്നു. അപ്പോൾ താനാണ് ബിനു അലക്സിനെ അവസാനമായി കണ്ടത്? അല്ല സർ, ഞാനല്ല. എന്ന് വെച്ചാൽ താൻ കണ്ടതിന് ശേഷം വേറെ ആരാ കണ്ടു? അതാരാ? എനിക്കറിയത്തില്ല സർ. സുജ കൺഫ്യൂഷനായി.
സുജയല്ല അവസാനമായി കണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ വേറൊരാൾ കണ്ടിട്ടുണ്ട്. അതാരാന്നറിയോ? സർ എനിക്കറിയത്തില്ല. പോട്ടെ. CI ബിനു അലക്സിനെ അവസാനമായിട്ട് കണ്ടത് എത്ര മണിക്ക്? മരിച്ചുപോയ CI ബിനു അലക്സിനെ അവസാനമായി സുജ എസ് കണ്ടത് എത്ര മണിക്ക്? നീ നാടകം കളിക്കാണോ? എന്താടി CI ബിനു അലക്സും നീ തമ്മിലുള്ള ഇടപാട് പറ. ഞങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ചില വാട്ടുകപ്പ് കിട്ടും. തലേ ദിവസം വെള്ളത്തിലിട്ടാലും വേഗാത്തത്. കടിച്ചാൽ കടിക്കുന്നതിൻ്റെ പല്ലു പോവും. ആജാതി ഞാനോ CI. മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ. അയാൾ എന്നോട് ചോദിക്കുക, കൊച്ചു ബോധം കിട്ടി വീണത് CI ബിനുസാറിന് മരണമായിട്ട് ബന്ധമുള്ളതുകൊണ്ടല്ലേ? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു കൂട്ടത്തിലൊരാൾ ചത്തുമരിച്ച് കിടക്കുന്നത് കണ്ടതിൻ്റെ സങ്കടം കൊണ്ടാണ്. 3-4 ദിവസമായിട്ട് കൊച്ചിന് പനിയുണ്ടായിരുന്നോട് പറഞ്ഞപ്പോഴാണ് അയാളൊന്ന് അടങ്ങിയത്. ഞാനന്ന് ഇറങ്ങിയേക്കാം. എന്തായാലും കൊച്ചൊന്ന് സൂക്ഷിച്ചേരെ. നല്ല പനിയാ, ചൂടുണ്ട്. ഡോക്ടർ വരും. സാറ് കണ്ടോളൂ സാർ. സാർ വഴി പ്ലീസ്. സാർ താങ്ക് യു സാർ. എന്തിനു കൊന്നു? അതാണ് നമ്മൾ പോലീസുകാർക്ക് അറിയേണ്ടത്, അല്ലേ? കൂട്ടത്തിലൊരാൾ മരിച്ചാൽ ആർക്കായാലും വേദനിക്കും. സുജായസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. ഈ ട്രാഫിക്കിൽ 3 വർഷം തികയുന്നതിന് മുമ്പ് സ്റ്റേഷൻ ഡ്യൂട്ടി വാങ്ങി തന്നത് ബിനു അലക്സാ, അല്ലേ? അന്ന് രാത്രി ബിനു അലക്സിനെ കാണാൻ ആരോ വന്നിരുന്നു സ്പെഷ്യലായിട്ട്. അതാരാ? അങ്ങനെ ആരും. അതും പോട്ടെ. അന്ന് ബിനു അലക്സ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ തുടങ്ങിയ സാറേ അത് എടോ സുജായസെ, ഞാൻ എവറസ്റ്റ് കൊടുമുടിയുടെ ഹൈറ്റ് എത്രയെന്നല്ല തന്നോട് ചോദിച്ചത്. തൻ്റെ ഡ്യൂട്ടി സമയത്ത് സിമ്പിൾ കാര്യങ്ങളാണ്. താൻ ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാറുണ്ടോ? ഇല്ല സാറേ. സാറേ, ഞാനത് അപ്പോഴത്തെ സങ്കടം കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ. ഞങ്ങളൊക്കെ കൂടപ്പുറപ്പിനെ പോലെ കാണുന്ന കൊച്ചായിരുന്നത്. തൻ്റെ ഫോണെങ്ങാന്ന് തടു. ഇതിൻ്റെ പാസ്വേഡ് എത്രയാണ്? 0 0 പിന്നെ 3 0. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഭയങ്കര പാസ്വേഡ്. ഇല്ല, ഞാൻ മറക്കും. അതാ. ഹംസയുടെ ഫോണിൽ എത്ര കൂടപ്പുറപ്പുള്ള ഫോട്ടോ ഉണ്ട്? അറിയില്ല. ഹംസ രാത്രി 12 മണിക്ക് കൂടപ്പുറപ്പുകൾ വിളിക്കാറുണ്ടോ? സാർ അത് ഇല്ല. മരിച്ച CAയുടെ ഫോണിൽ നിന്ന് കിട്ടിയ തെളിവുകൾ മാത്രം മതി തൻ്റെ കൂടപ്പുറപ്പിനെ കൂട്ടിക്കയറ്റിയിരുന്നത്. ബിനു അലക്സിനും ആ പെണ്ണിനും ഇടയിൽ നിങ്ങളറിയാത്തൊരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ പോയ കേസ് തെളിയിക്കാൻ പറ്റും. പക്ഷേ ശരിടോ സാർ. ശരത്തോ? അയാള് കുറച്ച് ദിവസമായി ഡ്യൂട്ടിക്ക് വന്നിട്ട്. ലോങ് ട്രിപ്പ് ആണെന്നല്ലേ പറഞ്ഞേ? വേറെ നല്ല എക്സ്പീരിയൻസ് ആയ ഡ്രൈവർമാരുണ്ട്. അവൻ മുങ്ങി.
എന്ത് നോക്കി എനിക്ക് ഇങ്ങോട്ട് നടക്കം കിട്ട്. ഇത് എന്ന് വന്നത് വന്നു. ഇനി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറങ്ങു നീ. ഇൻവെസ്റ്റിഗേഷനും ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ ചുമതലപ്പെട്ടവർ നോക്കിക്കോളും. നമ്മൾ നമ്മളുടെ കാര്യം നോക്കി മിണ്ടാണ്ട് നടക്കുക. പിന്നെ മേലാക്ക അവനെ വിളിച്ചു എന്ന് ഞാനെങ്ങാനും അറിഞ്ഞ ചിലപ്പോൾ നമ്മുടെ ഫോണൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. എൻ്റെ മാതാവേ. എന്നാടി എന്നതാന്നേ? അന്ന് ആ ഇൻസിഡന്റ് നടക്കുന്ന രാത്രി നിന്റെ ഫോണും ആ സിയുടെ ഫോണും ഒരേ ടൈമിൽ ഒരേ ടവറിന്റെ അണ്ടറിലാണെന്നെങ്ങാനും കണ്ടുപിടിച്ച. അല്ലടാ, അന്ന് രാത്രി ഞാൻ ഫോൺ സ്റ്റേഷനിൽ ചാർജിലിട്ടേക്കുമായിരുന്നു. ശരത്ത് വിളിച്ചപ്പോ ആ തിരക്കിനിടയ്ക്ക് ഞാൻ ഫോൺ എടുക്കാനും മറന്നു. എടുക്കാൻ മറന്നു ഉറപ്പാണോ? ആ അതെ, ഉറപ്പാ. ആദ്യമായിട്ട് നിന്റെ മണ്ടത്തരം കാരണം ഒരു ഉപകാരം ഉണ്ടാവും. ഈ പഴയ ക്രൈം ഫയലൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ക്രൈം നടക്കുന്ന സ്ഥലം അവിടെ ഇവിടെയൊക്കെയുള്ള ആൾക്കാരെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന പോലെ തോന്നും. ഒരു പഴയ ഭ്രാന്തം തീരെയാ. ഈ പോർട്ടിൽ ആരൊക്കെ വന്നു? സസ്പെക്ട് നമ്പർ 1 ഒരു പുരുഷനാണ്. ഈ ഫിംഗർ പ്രിന്റ് ഉണ്ടോ? ബെഡ്റൂമിന്റെ വാതിലിൽ മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ. ഫ്രണ്ട് ഡോറിലോ ബാക്ക് ഡോറിലോ ഈ അടയാളങ്ങളൊന്നുമില്ല. മറ്റെവിടെയും ടച്ച് ചെയ്യാതെ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ച് ഒരു ക്ലിയർ പർപ്പസോടെ വന്ന ഒരാൾ. സീരിയസ് മഴ നനഞ്ഞ് അടുക്കള വാതിൽ വഴി വന്ന ഒരാളുടെ ഷൂ പ്രിൻ്റാണിത്. വുഡ്ലാൻഡ് ഷൂവിൻ്റെ പ്രിൻ്റായത്. യൂഷ്വലി ചെറുപ്പക്കാരെ ഇത് ഇടുന്നേ. ഇതും ക്രൈം സീനിൽ നിന്ന് കിട്ടിയ സാമ്പിൾസാണ്. ഇതൊരു സ്ത്രീയുടേതാണ്. ആ മുറിയിൽ പലയിടത്തും ഈവൻ സിയയുടെ ബെഡിലും തലയിണയിലും വരെ വി സ്പോട്ടഡ് ദിസ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ, മേ ബി ഒരു പുരുഷനും സ്ത്രീ. ഒരു അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നിക്കടിയോടെ. என் பேரு வளர்மதி. எங்க ஊரு சேலம், காவேரி ஆஸ்பத்திரி பக்கம். സേലത്താ? പിന്നെ നീ എന്തിനാണ് സേലം ബസ്സിൽ ഒരു അങ്കമാലിക്ക് പറഞ്ഞേ? அது வந்து പറയടി. നീ ആരെ പറ്റിക്കാനാടി പറുതിട്ടിട്ട് 3-4 ദിവസം അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്ന് കറങ്ങിയത്? ஐயோ இல்ல சார், யாரையும் ஏமாத்துறதுக்காக நான் எதுவும் பண்ணல சார். பயம். ஊருக்கு போக முடியாது. பெரிய வீட்டில் வாழ்ந்தவனா லவ் மேரேஜ் பண்ணி அங்கே ரொம்ப ஜாதி கலவரம் ஆயிடுச்சு. அதுக்கப்புறம் தான் சார் உசுறு வாழறதுக்காக நான் இங்கே வந்தேன். കരയാതെ മര്യാദക്ക് നിന്റെ നാട്ടിലെ അഡ്രസ് പറയടി. குப்புராஜ் ஹவுஸ், ராமசாமி நகர், சீலநாயக்கம்பட்டி. எதுக்கா அந்த ஆளை கொலை பண்ண? ஐயோ, அந்த ஆளை நான் கொலை பண்ணல சார். பீனு சார் ரொம்ப நல்லவர். வேலைக்காரன் கூட பார்க்காம என்ன நல்லா பார்த்துக்கிட்டாரு. எங்களுக்குள்ள வேற மாதிரி ஒரு இது இருந்துச்சு. எந்த மாதிரி ஒரு இது? பரடி. அது வந்து ചോദിച്ചിരുത്തര മറുപടി. அப்போ நீயல்ல, வேற யாரு? அது உனக்கு தெரியாதா? சார் அது எது? என் புருஷன் தான் சார் செஞ்சிருக்கணும். அவன் கண்டிப்பா என்னையும் கொலை பண்ணிடுவான். அதனால தான் சார் நான் தப்பிக்க பார்த்தேன். നീയും സിയയും തമ്മിലുള്ള ഇടപാട് അയാൾക്കറിയോ? நான் சிஏ சாரோட வீட்டில் ரொம்ப வசதியாக வாழ்ந்துட்டு இருந்தேன். அந்த ஆளுக்கு அது பிடிக்கல. அவன் ரொம்ப மோசமானவன். அவன் என்ன வேணாலும் பண்ணுவான். என்னையும் பினு சாரையும் கொல்றதுக்காக தான் அவன் ஜெயில இருந்தே வந்தான். இது அவனோட கத்தி.
பின்னு சார் ரூம்ல கீழே கிடந்தது. அப்ப புரிஞ்சுக்கிட்டேன் இது அவன் தான் பண்ணிருக்கணும்னு. ഈ കാര്യം കോടതിയിൽ പറയാൻ തയ്യാറാണോ? எங்க வேணாலும் சொல்றேன் சார். യെസ്, ആളിത് തന്നെ. ആ മുറിയിൽ ഒരിടത്തും ടച്ച് ചെയ്യാതിരിക്കാൻ അയാൾ ബോധപൂർവം ട്രൈ ചെയ്തിട്ടുണ്ട്. അറിയാതെ വീണുപോയ ഈ അടയാളം ഒഴിച്ച്. ബട്ട് ആ വുഡ്ലാൻഡ് ഷൂ അത് ഇയാളിടാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് അല്ലല്ലോ. അതെ, അയാളെ അറിയോ? ഏയ് ഇല്ല. 500 രൂപ. എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടായാൽ വിളിക്കാം. ശരി. പോലീസുകാരെ കുറിച്ച് താൻ എന്താണ് വിചാരിച്ചേ? എന്താടോ? ഇയാളെനിക്ക് കൈക്കൂലി തരുന്നു സാറേ? ഇല്ല സാർ. അയാൾ സന്തോഷത്തോടുകൂടി തരാണെങ്കിൽ വാങ്ങടോ. വാങ്ങടോ. അല്ല, എന്താ കേസ്? അത് പിന്നെ സാറേ, ഇയാൾ യൂബർ വിളിച്ചു. അതിനകത്ത് 19,000 രൂപ വിലയുള്ള എന്തോ മരുന്ന് മറന്നു വെച്ചെന്ന്. ഊബറുകാരെ വിളിച്ചു വെച്ചില്ലേ? അവർക്ക് അറിയില്ലെന്നാ പറയുന്നത്. സാറേ, അവനോടൊക്കെ മര്യാദയ്ക്ക് ചോദിച്ചാൽ പറയില്ല സാറേ. പിടിച്ച് 4 പിട പടയ്ക്കണം, എന്നാലേ സത്യം പറയൂ. താൻ പറയുമ്പോൾ കയറിയടിക്കാൻ പോലീസുകാരെന്താടോ? ഗുണ്ടകളോ? എന്തായിരുന്നു മരുന്ന്? എന്തായിരുന്നടോ മരുന്ന്? വയാഗ്ര. സാറേ, അത് ഒറിജിനൽ സാധനമായിരുന്നു. അതുകൊണ്ട് അയാൾ ബാഗ് തിരിച്ചു തരാത്ത. താൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കുക. അല്ല, ഇത് വേണ്ടല്ലോ അല്ലേ സാർ? ഹലോ, ഐ ആം നിഖിൽ. സാറേ, നമുക്ക് മെയിനായിട്ട് റെൻ്റ് കാറിൻ്റെ ബിസിനസ്സാണ്. പിന്നെ ഈ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ. ചാവുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യേ നമുക്കൊരാറ്റം പണി തന്നിട്ടാണ് പോയത്. അന്ന് ആ പിള്ളേരെന്ന് പിടിച്ചതേ പ്യുവർ കൊക്കൈനാ. എന്നിട്ട് അത് മാറ്റിയിട്ടാണ് തൊണ്ടിയായിട്ട് എവിടുന്നോ കൊണ്ടുവന്ന കുറേ കഞ്ചാവ് കാണിച്ചത്. എന്നിട്ട് ഇമ്മളേന്ന് പിടിച്ച സാധനം ഇമ്മക്ക് തന്നെ ലോകത്തില്ലാത്ത വിലയ്ക്ക് വിൽക്കാൻ നോക്കി. ക്രൂരതയല്ലേ സാറേ ഇത്? സാറ് നോക്കണ്ട, ഉണ്ണിത്താൻ സാറ് പറഞ്ഞോണ്ടാ ഞാനൊരു ജെന്റിൽമാൻസ് ഡീലായിട്ട് ഇതിവിടെ വന്ന് സാറിനോട് തുറന്നു പറഞ്ഞത്. പോയത് പോയി. ഇനിയിപ്പോൾ അവൻ്റെ പിന്നാലെ പോയിട്ട് അവനെ തട്ടാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. നമ്മളേ പ്യുവർ ബിസിനസ്സിൻ്റെ ആൾക്കാർ. എന്നാ ശരി സാറേ, നമ്മൾ തിരക്കണം. ഒരു കാറും അവൻ്റെ ഒരു ജെന്റിൽമാൻ ഡീല് ഇവനൊക്കെ പിടിച്ചിട്ട് ലോകവിലായിട്ട് കണ്ട് ഇടിയിടിക്കണം. ഓ, അതായിപ്പം തനിക്കറിയേണ്ട കാര്യം ഇവിടെ വെച്ചായതുകൊണ്ട് അറിഞ്ഞു ഇല്ലേ? കോടതിയും വക്കീലും മുൻകൂർ ജാമ്യമായിട്ട് 10-15 ദിവസം അങ്ങ് പോയി കിട്ടിയത്. തന്നെ പോലുള്ള കേമം പോലീസുകാരന്മാരെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെപ്പോലുള്ള കുറച്ച് ഉണ്ണാക്കന്മാർ കാലങ്ങളായി ഈ ബാഡ് കോപ്പ് വേഷം കെടുത്തോണ്ടാ ഇത്തരം കുഴപ്പക്കാരോട്ട് പോലീസിന് ഒരു പാലോടാൻ പറ്റുന്നത്. അല്ലാതെ ഓവർ പബ്ലിസിറ്റിയും മീഡിയ അറ്റൻഷനും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കേസ് അന്വേഷിക്കുമ്പോൾ യൂണിഫോം പോലും പാടില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി താൻ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാ? മരിച്ച ബിനുവിന്റെ കൊള്ളരുതായ്മകൾ ഓരോന്നായി പുറത്തിട്ടുകൊണ്ടിരിക്കുക അല്ലേ? എടോ, ഞാൻ അയാളുടെ സുപ്പീരിയർ ഓഫീസറായിരുന്നു. ഇതെന്നെ എങ്ങനെ ബാധിക്കുമെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ ബാധിക്കുമെന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? സാർ, ഡിപ്പാർട്ട്മെന്റ് താനിങ്ങനെ കാടടച്ച് വെടിവെക്കാതെ ഇമ്മീഡിയറ്റ്ലി ആ തമിഴൻ ആറൂര് പക്കണം. എടോ, അന്ന് അയാൾ അവിടെ കയറി എന്നതിനുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. അയാളെ കൊല്ലാനുള്ള മതിയായ മോട്ടീവ് ആറൂരിനുണ്ട്. അയാളുടെ വൈഫ് തന്നെ കോടതിയിൽ വിറ്റ്നസ് പറയും. പിന്നെന്താ? അവനെ ചാർജ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ക്ലീനായി കേസ് ക്ലോസ് ചെയ്യണം. കേട്ടല്ലോ?